എന്താന്നറിയില്ല ഇവന്റെ കഥ ക്യാമറ മാറ്റിട്ട് വന്നത് ഇവന്റെ കഥ ക്യാമറ മാറ്റിട്ട് വന്നത് അല്ല എപ്പോഴും നടന്നോട്ടെ. അല്ല ഇവ മാത്രം എന്ത് ബ്ലാക്ക് ഇട്ട് വന്നേന്ന് ചോദിക്കണേ. പരിപാടി മാറി കരിങ്കാലിപ്പണി ഓക്കെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ മനസ്സിലുണ്ടായി. എന്ത് നെറ്റിപ്പട്ട ഇത്ര നാളെ സംഭവിച്ചറിഞ്ഞില്ല. അത്രയും ചെറുപ്പായി 28 ഫ്രണ്ട് അത് അപ്പൻ ഇത് രണ്ടാളും ഒരുമിച്ച് ആളെന്റെ ഫ്രണ്ട് അതപ്പ ഇവര് ഒരുമിച്ച് പഠിച്ചതാ. തോന്നണത് ഈ ബാലുവിനെ കണ്ടിട്ട് ഭയങ്കര ലുക്ക് അല്ലേ? മോനെ പറ്റിട്ട് ഇന്നത്തെ ദൈവമേ, എന്റെ ചെറിയൊരു മോനായിരുന്നു ഇത്. ഇന്നിപ്പോ ഒരു കല്യാണ ചെക്കനായിട്ട് മാറി. അവന്റെ ആ വികൃതികളും അവന്റെ കുറുമ്പുകളും ഓർമ്മ വരിക. പിന്നെ ആ ഫോട്ടോ കണ്ടറിയാം. ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോളേ ആദ്യമായിട്ട് ജനിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ അല്ലെ ഉണ്ടാവുന്ന സന്തോഷം. പൊന്നു ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ആൽബം മോന് മറ്റന്നാൾ ഈ കലവറ ഒരു മണിയറ എനിക്ക് ഏറ്റവും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓൻ ആദ്യമായിട്ട് നടന്നത് മുട്ടൂത്തി നടക്കുകയായിരുന്നു. മെല്ലെ ഇങ്ങനെ വെച്ച് എഴുന്നേറ്റിട്ട് ഇങ്ങനെ 2 കാലിലങ്ങനെ നടന്നു തുടങ്ങിയത് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഉടനെ അവൻ്റെ അപ്പയ്ക്ക് ഫോൺ ചെയ്തു, നമുക്ക് നടന്നത് പറഞ്ഞിട്ട്. നാളെ മുതൽ ഇനി മെറിയുടെ സ്വന്തം അവളുടെ അനുവാദം കിട്ടിയിട്ട് വേണം. അത് വേണ്ട അല്ലേ? പിന്നെ എപ്പോഴും രാത്രി ഇപ്പോഴും കിടക്കുമ്പോ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് തലയൊക്കെ തലൂടി എന്ന് ഞാനിവിടെ വന്ന് കിടക്കണം. അവനെ ഉറക്കിയിട്ട് പോണവനെ പറ്റൂല. ഇനി ഞാൻ മെറിയുടെ ഇവന്റെ കൂടെ വന്ന് കുടുംബത്ത് പറഞ്ഞാ ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കിട്ടിയെടുത്തിട്ട് ഓടും. ഞങ്ങള് ജോലിക്കാര് പിന്നാലെ ഓടും. ഉടനെ അതൊരു കിണറി കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കിണറുണ്ടായിരുന്നു. അതിലിട്ട് ആ വെള്ളത്തിൽ വീഴുമ്പോഴും ഒരു ശബ്ദം കേൾക്കില്ലേ, അപ്പൊ കൈകൊട്ടിച്ചിരിക്കും. പിന്നെ ഒരു കുറുമ്പ് ഒരു ദിവസം ജോലിക്കാരി മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്നത് കണ്ണം മീൻ എന്ന് പറയും. അപ്പൊ അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. പക്ഷെ ആ ജോലിക്കാരി അതിനെ കൊന്നു. ഉടനെ ഒരു കുടിലെടുത്ത ജോലിക്കാരിക്ക് ഒറ്റയേറ ഇവിടെ മണ്ടയൊക്കെ പൊട്ടി. ഞാൻ ഇവന്റെ കൂടെ ഉള്ള ഒരു വെറൈറ്റി അനുഭവം പറയാം. അമ്മാത്തപ്പനെ ഞങ്ങള് വിളിക്കാം. എന്നെ ഇവനെ കൂടി അമ്മയുടെ വീടിന്റെ അടുത്ത് ഒരു റെയിലുണ്ട്. റെയിലിന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തിയേക്കാം. അപ്പൊ കല്ലെടുത്ത് ഞാനൊരു എറിഞ്ഞു. റെയിലിന്റെ അടുത്തിരിക്കാന്ന് പറയുമ്പോ ഇവൻ റെയിലിന്റെ മുകളില് ഞാൻ താഴെയാണ് ഇരിക്കണേ. അന്നേ നന്നായിട്ടൊന്ന് ട്രെയിൻ ആയിരുന്നു. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിന് വിടാനായിട്ടായിരുന്നു. എന്നെ താഴെ എടുത്തുകൊണ്ട് മൂവിങ് ടാർഗറ്റിന്റെ മുകളിൽ നിന്ന് 2 തവണ എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു കൊടുന്നപ്പോ ഞാൻ നോക്കുമ്പോ എറിഞ്ഞ ചോര കാണാനില്ല. ഒന്നുകൂടി എറിഞ്ഞു, വീണ്ടും പൊട്ടിച്ചു. 2 സൈഡ് 3-4 ആൾക്കാരെ കൈ ഒടിച്ചിരിക്കുന്നു. അതെ, കസിൻസിൽ ഇനി ആരുടെയെങ്കിലും കൈ ഒടിക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്റെ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ചെറുപ്പത്തില് പുലിക്കളി നടക്കും സ്കൂളില്. അത് മോന് നല്ല തടിയായിരുന്നു. അപ്പൊ അവനിങ്ങനെ നല്ല വലിയ വയറൊക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇവനെ നോക്കുമ്പോ എന്റെ ഫേസിൽ ഒരു സങ്കട ഭാവ. കാരണം എനിക്ക് കുട്ടിക്ക് തടി ഉണ്ടല്ലോ എന്നുള്ളൊരു വിഷമം. നോക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ വിഷമം അപ്പൊ വന്നപ്പോ തന്നെ എന്നോട് ചോദിച്ചു, അമ്മ എന്താ വിഷമിച്ചിരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടി ചെയ്യണുണ്ട്, നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടിയുടെ തടി ഇതൊക്കെ കാണുമ്പോ എനിക്ക് വിഷമം. അപ്പൊ ഞാൻ ആ പുലിക്ക അപ്പൊ ഇവൻ ആ മാസ്കിന്റെ ഉള്ളിക്കട നോക്കിയിട്ട് അവൻ സങ്കടപ്പെടുക. അമ്മയ്ക്ക് സന്തോഷമില്ല മുഖത്ത് അത് നോക്കുമ്പോ. അതൊക്കെ ഞാനിപ്പോ ഇങ്ങനെ ഓർക്കും. ലൈഫ് ആവുമ്പോ 2 കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്ത് പോണം. എല്ലാം തികഞ്ഞതായിട്ട് എല്ലാവരും ഉണ്ടാവില്ലല്ലോ. പോരായ്മകളൊക്കെ നികത്തി അവളെയും
കുറച്ച് അംഗീകരിക്കുക എല്ലാ കാര്യങ്ങളിലും. ഞാനങ്ങനെ ആണല്ലോ. ആണ് തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ എന്റെ ബ്രദർ മാത്രമല്ലായിരുന്നു ഇവൻ. കുഞ്ഞുനാളിലെ തുടങ്ങി ബ്രദറിന് അപ്പുറം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. ഞങ്ങൾ എപ്പോ കണ്ടാലും ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര കാലത്തിന് ശേഷം കാണുന്നതാണെങ്കിലും അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കഥകൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി നിന്റെ ഭാര്യയ്ക്കും ഒരു ഭർത്താവ് മാത്രമല്ല നല്ലൊരു സുഹൃത്തു കൂടിയാവും. You say you wanna love me, you say I'm just a fake, you say I'm just another one that never had your back. Do you feel my presence? Maybe I should go. Maybe I'm another that you need to let go. See, one day if you let me, I will try and mend this broken part. Yeah, my heart will save us, 'cause I'm never giving up on us. So if you love me, you shouldn't care if I made mistakes. 'Cause if you need me, you shouldn't have pushed me away. It's like you've been waiting on a day from me. You say it could get better, but you never see. 'Cause I see. ചെക്കന്റെ മധുരം വെപ്പട്ടാണ് പൊളിക്കും നമ്മളല്ല പൊളിച്ചടക്കും. I'll always have love for you, love for you. When it comes down to it, I'll always have love. സുന്ദരൻ സുമുഖൻ സുശീലൻ. ഇതേപോലെ തങ്കപ്പെട്ട കുട്ടി ഇല്ല. ഇതോടെ കഴിഞ്ഞു. ഭാഗ്യം. അച്ചടച്ചു മേരിയുടെ ഭാഗ്യം correct. തന്ന കാച്ചിനുള്ള പണിയപ്പോ ഞങ്ങൾ എടുത്തു. യോഗപ്പൊട്ട ഈ വീട്ടിലെ സെക്കൻഡ് ബെസ്റ്റ് മീൽ ആഗ്രഹം ആരാ first male? Once upon a time. actually the best school in Singapore. And my friend is lucky to be studied in that school. ഇന്ന് ഇവനെ കളിയാക്കില്ലെന്ന് സെക്കൻഡ് ബെസ്റ്റ് ഞങ്ങളാണ് ഇവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്. കൂട്ടത്തിൽ ഞാനാണ് ബെസ്റ്റ് മാൻ. പിന്നെ ഞാൻ ഇവ ഔട്ട്. ഞങ്ങളെല്ലാരും പോയി സ്കൂളിൽ വന്നിട്ടില്ല. ആളെന്റെ ഒപ്പം പഠിച്ചല്ല, ആളെന്റെ അച്ഛന്റെ ഒപ്പം പഠിച്ച. പിന്നെ ഞങ്ങൾ അങ്ങനെ കമ്പനി, അച്ഛന്റെ ഒപ്പമുള്ള കമ്പനി മകന്റെ ഒപ്പം ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സ് അല്ലാട്ടാ. ഞങ്ങൾ ആരും സ്കൂൾ ഫ്രണ്ട്സ് അല്ല. സ്കൂൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ പ്രത്യേകത അതാ, ഞങ്ങൾ ആരും ഒരുമിച്ച് പഠിച്ചിട്ടില്ല. ഞങ്ങള് ജീവിതത്തിൽ ഒരു 5 കൊല്ലം മുമ്പാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഒരു 6-7 കൊല്ലം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാരെയും നാശം തുടങ്ങി. മധുരം വെക്കുന്ന ദുബായിൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഒന്നാണ്. അല്ല ആക്ച്വലി ഞാൻ മോഹത്തിന് പരിചയപ്പെടുന്നത് ത്രൂ ബൽറാമാണ്. ബൽറാമാരാ? ബൽറാം എന്റെ ഹസ്ബൻഡാണ്. He's been one of the best person you can ever talk to. Very helpful. And really nice person, really nice human being, and Mary is really lucky to have him. എല്ലാം മെറിയുടെ യോഗം. അതെ. ഞാൻ ഉദ്ദേശിച്ച നല്ല രീതിയിൽ. ഭാഗ്യം ഭാഗ്യം. പക്ഷെ ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാരും അടിപൊളിയാണ്. അതിൽ ഒരു അടിപൊളി സാധനമാണ് ഇപ്പൊ കല്യാണം കഴിച്ചത്. ഇഷ്ടായി സ്പെഷ്യൽ പേയ്മെന്റ് വേറെ മധുരം വെപ്പാണ് ചെക്കന്റെ. ഞങ്ങളെല്ലാരും കൂടി തകർക്കാൻ പോവാണ്. യെസ്. ബാക്കി വഴിയെ താഴെ ഒരു സ്പെഷ്യൽ കൗണ്ടർ കണ്ടില്ലേ നമ്മുടെ താഴെ, അത് വെച്ചിട്ട് This is Mohit Madarim. We are going to start first pig. stay tuned. ഹലോ കൂട്ടുകാരെ കൊടുക്കുന്നു. കല്യാണം എന്റെ നിങ്ങൾക്ക് എന്തൊരു സന്തോഷമില്ലാത്ത ഒരു സന്തോഷമായിരിക്കുന്നു. എനിക്ക് വീട് വിട്ടു പോകണതിന്റെ ചെറിയൊരു വിഷമം. നിന്റെ അടുത്തേക്കല്ലേ.
ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ എന്നും ഇനങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം നേരെ മുകിലോല പന്തൽ താഴെ കുടമുല്ല പന്തൽ നിന്നിൽ കളിയാടും ഈ അള്ളിപ്പൂവിന്റെ കല്യാണം ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ ഒരു മുഹൂർത്തത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ശ്രീ റെജി ബി ചെറുവത്തൂർ അദ്ദേഹമാണ് ഇന്ന് വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾക്ക് തുടക്കമിടാൻ പോകുന്നത്. എത്രയോ വർഷങ്ങളായി നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബഹുമാനമുള്ളൊരു കുടുംബമാണിത്. ദക്ഷിണേന്ത്യയുടെ തന്നെ വസ്ത്രവ്യാപാര രംഗത്ത് എടുത്തു പറയാൻ സാധിക്കുന്ന ഈ കുടുംബം എന്നും അഭിമാനത്തോടു കൂടി തന്നെ കേരളത്തിൻ്റെ ഒരു പ്രൗഡായി മാറിയ കേരള വസ്ത്രാലയം കുന്നംകുളത്തിനും നമുക്ക് എല്ലാവർക്കും എന്നും മാതൃകയായ ഒരു ഫാമിലി. 5ാം തലമുറക്കാരനാണ് ഇന്ന് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മോഹിത്തിന്റെ അപ്പ അമ്മ ഫാമിലി എല്ലാവരും നമ്മുടെ കൂടെ ഇപ്പോൾ വേദിയിലുണ്ട്. ഒത്തിരി സ്പെഷ്യലായിട്ട് നമ്മൾ തിരിതെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കമിടുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശീർവാദത്തോടെ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാനുള്ള സമയം കൂടിയാണ്. Mr. Reggie B. Cheruvathur and Mrs. Sonia Reggie മാതാപിതാക്കൾ ചേർന്ന് ദീപം തെളിയിച്ചുകൊണ്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് നമുക്ക് ഈ ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കമിടാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നമ്മളിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. Congratulations! വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ്. The hero of tonight, the one and only Mohit. We have, ladies and gentlemen, മോഹിത്തിന്റെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രീംലി വെരി വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. അത്രയും അധികം ലോങ് ജേണിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് മണവാളിനെ കുറിച്ച് ചോദിക്കണം. എല്ലാവരും നമ്മൾ അതിനുള്ള വിശേഷങ്ങളൊക്കെ പറയണം. മോഹിത്തിന്റെ കുറെ ഫ്രണ്ട്സ് നല്ല ഉഗ്രൻ സിംഗേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. അവരുടെ പാട്ടുകൾ നമുക്കിവിടെ കേൾക്കണം. സോ ആർ യു ഓൾ റെഡി? കുന്നംകുളത്തിന്റെ തനത് സംസ്കാരം ഉൾക്കൊണ്ട് മണവാളനെ കല്യാണം കുളിപ്പിക്കൽ ചടങ്ങും മധുരം വെപ്പ് ചടങ്ങൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു ആഘോഷത്തിലേക്ക് നമുക്ക് നീങ്ങുന്നു. നേരെ വളരെ വളരെ സ്പെഷ്യലായിട്ട് കാലങ്ങളായി പുരാതനമായി ഓരോ വിവാഹ ചടങ്ങുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന നെല്ലുകുത്ത് ചടങ്ങിനെ നമ്മൾ ഇന്നിവിടെ തുടക്കം വിടുകയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ പല വീടുകളിലും പോയി അനൗൺസ് ചെയ്യുകയാണ് പതിവ്. പക്ഷെ അതങ്ങനെ കാണാൻ നമുക്ക് പറ്റാറില്ല. പക്ഷെ എന്തിലും പുതുമ കൊണ്ടുവരുന്ന കേരള വസ്ത്രാലയം കുടുംബാംഗങ്ങൾ, ചെറുവത്തൂർ ഫാമിലി നമുക്ക് അതിന് അവസരം ഒരുക്കിയെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലേ? ഹണിമോൾ ഹണി ഫംഗ്ഷന് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ അടിച്ചു പൊളിക്കും, നമ്മൾ പൊളിച്ചടക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അമ്മയുടെ സിസ്റ്റർ ഇവിടെയുണ്ട്. ഇച്ചമ്മ എവിടെ? ഇച്ചമ്മയൊക്കെ ഇന്ന് വളരെ ആക്റ്റീവായി ഓടി നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരാളാണ്. അപ്പൊ വളരെ എക്സൈറ്റഡ് ആയിട്ട് ലിസിയാൻഡിയെ കൂടി നമുക്കിവിടെ കാണാം. അപ്പൊ അവരെല്ലാവരും ചേർന്ന് വളരെ സ്പെഷ്യലായി നമ്മുടെ നാടിൻ്റെതായ തനത് സംസ്കാരം ഉൾക്കൊണ്ട നെല്ലുകുത്ത് ചടങ്ങിന് ഇവിടെ തുടക്കമിടാൻ പോവുകയാണ്. ഈ നെല്ലുകുത്ത് ചടങ്ങ് കല്യാണത്തിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് മധുരവെപ്പ് ചടങ്ങിനൊക്കെ നിർവഹിക്കുന്നതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് നമുക്ക് കുറച്ച് സമയത്ത് കാണാം എന്തായിരിക്കും എന്നുള്ളത്. ആൻഡ് ലെറ്റ്സ് സീ ആൻഡ് ഹോപ്പ്ഫുള്ളി അവർ വളരെ സ്പെഷ്യലായിട്ട് ആ ഒരു ഭംഗിയായ ഒരു ചടങ്ങിന് തുടക്കമിടാൻ പോവുകയാണ്. ഹണി, ഇത് ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം? സെക്കൻഡ് ടൈം? ശരി. എന്തായാലും ഇവിടെ ഇച്ചമ്മ പിന്നെ ഓൾറെഡി അതിൽ വളരെ പ്രാക്ടീസ്. ഫസ്റ്റ് ടൈം? അതെ. അപ്പൊ ഇതിൽ ഹണി സീനിയർ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ചടങ്ങ് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എങ്ങനെ പവർഫുൾ ആയിട്ട് ചെയ്യുമെന്നുള്ളത്. ഈ സമയം നമുക്ക് എന്തായാലും ഒരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ വളരെ സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ബ്ലെസ്സിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, നമുക്ക് ഏതെങ്കിലും ഒരു സോങ് നമുക്ക് ഇവിടെ കേൾക്കാം. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നെൽകുത്തൽ ഉഷാറായിട്ട് നടക്കട്ടെ. മണവാളന്റെ പാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണം എന്നുണ്ടോ?
കൊണ്ടുവരുന്ന പലഹാരം, ഇതിൽ നിന്നും തയ്യാറാക്കിയ പലഹാരം ഓരോ ആഘോഷങ്ങളിലും വീടുകളിൽ നൽകിയിരുന്നു. അപ്പൊ അത് നമുക്കിവിടെ കാണാം കുറച്ച് കഴിയുമ്പോ. എന്താണ് ഇതിന്റെ റിസൾട്ട് നോക്കാം. കുറച്ച് ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ബാച്ചിന് കൊടുക്കാം. അവരെങ്ങനെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എനിക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കൂടെ അപ്പയുടെ രണ്ടാമത്തെ സിസ്റ്ററിന്റെ മോളാണ്. ഒരു മാലാഖയെ തന്നെ വിളിക്കാന്ന് കരുതി മാലാഖയുടെ കയ്യിൽ നമ്മൾ കൊടുക്കാണ്. സോ കാതറിൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മേരി ആന്റി പതുക്കെ പതുക്കെ വരുന്നു, കാതറിന്റെ അമ്മയാണ്. പിന്നെ മൂന്നാമതായിട്ട് മിനിച്ചിട്ട എവിടെ? മിനിച്ചിട്ട ഇവിടെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെയുണ്ട്. യെസ്, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ അവര് നെല്ലുകുത്തിയത് കണ്ടല്ലോ, അതിൽ ഓക്കെ ആണോ? ഇങ്ങനെ അവരെ പെർഫോമൻസ് അവർ വളരെ സിൻസിയർ ആയി ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാൻ, പക്ഷെ അത് ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് കമോൺ, റെഡി. ഏകദേശം എനിക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് കൊണ്ടുപോയ ഒരു മധുരം വിളമ്പേണ്ടതാണ് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പേർക്ക് അരിയുണ്ട ഉണ്ടാക്കാനുള്ളത് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക്. അപ്പൊ എത്രത്തോളം ഇതിലായിട്ടുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി പോരട്ടെ. ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേരുള്ള മറ്റൊരുത്തി വന്നല്ലോ. കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി. അരി പാകമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അരിയിൽ നമ്മൾ മുന്നേ തന്നെ ഇടിച്ചു വെച്ചത് കൊണ്ട് അല്ലെ വളരെ സ്പെഷ്യലായി ഒരു താലം നിറയെ അരിയുണ്ട നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കഴിച്ചു നോക്കണ്ടേ? എല്ലാവർക്കും നമുക്കത് കൊടുക്കാം അല്ലെ? എല്ലാവർക്കും നമുക്കത് കൊടുക്കാം. വളരെ സ്പെഷ്യലാണ് ഈ ഒരു ഈവനിങ് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. മോഹിത്തും അത് കണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ലിനോയ് സെറ്റല്ലേ? ലിനോയ് തൊട്ടടുത്തുണ്ട്. ലിനോയ് ആക്ച്വലി നമ്മുടെ ഒരു ഫാമിലി തന്നെയാണ് കേട്ടോ. ഇപ്പം കേരള വസ്ത്രാലയം എന്ന് പറയുന്ന ഒരു കുടുംബം എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10, 13, 15 വർഷത്തോളൊക്കെ ആയി കാണും. ഞാൻ അവിടെ ഒരു ഇനോഗ്രേഷൻ സെറിമണിക്ക് അന്ന് 5 സെലിബ്രിറ്റീസ് ആണ് അന്ന് വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇനോഗ്രേഷൻ തന്നെ നടക്കുന്നത്. അത്രയും സെലിബ്രിറ്റീസിനോടൊപ്പം ആ വേദിയിൽ വന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ അന്ന് ഓടി ഓടി നടക്കുന്ന ആളുകളായിരുന്നു. സിസേറയാണെന്നുണ്ടെങ്കിലും മോഹിതാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾ പെട്ടെന്ന് പറന്നു പോയതുപോലൊരു തോന്നലാണ്. അന്ന് അങ്ങനെ ഓടി നടന്ന മിടുക്കനായ അവരുടെ മകൻ ദാ ഇപ്പൊ മണവാളനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പം ഞാൻ പിന്നെ കലണ്ടർ നോക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല മോഹിത്തെ. ഞാൻ കലണ്ടർ അങ്ങനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബട്ട് എത്ര പെട്ടെന്ന് അത്രയും വർഷം പോയതല്ലേ. അപ്പം എനിക്ക് ആ വീട്ടുമുറ്റത്ത് അങ്ങനെ ഒരു കല്യാണം കൂടാൻ ഒരു അവസരം ഉണ്ടായി. ആൻഡ് താങ്ക്സ് ടു കേരള വസ്ത്രാലയം ഫാമിലി ആൻഡ് റൈച്ചേട്ടൻ. എന്തിനും ഏതിനും എന്താഘോഷങ്ങളാണെങ്കിലും മനസ്സിൽ നമ്മൾ ഓർക്കുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അതുകൊണ്ട് വളരെ പ്രൗഡാണ് എനിക്കൊരു മൊമെന്റ്. ഇത് നമ്മുടെ വീട്ടിലെ കല്യാണമാണ്, നമ്മളാണ് ഇത് ആഘോഷിക്കാൻ പോകുന്നത്. റെഡിയല്ലേ എല്ലാവരും? അരിയുടെ ഒക്കെ കഴിച്ച് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീനവും പുരാതനവുമായ ഒട്ടനവധി കുടുംബാംഗങ്ങൾ, പവിത്രമേറിയ ചടങ്ങുകൾ, അതൊക്കെ കൊണ്ട് സമ്പന്നമായൊരു നാടും പട്ടണവും ഒക്കെയാണ് കുന്നംകുളത്തിൻ്റെ മണ്ണ്. ലോകം എത്ര മാറിയാലും, മലയാളി എത്ര മാറിയാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ആ തനിമ സൂക്ഷിക്കുന്ന ഒരു കുന്നംകുളത്തുകാരനെ നമുക്ക് കാണാൻ പറ്റും. മധുരവെപ്പ് ചടങ്ങിലേക്ക്, പ്രത്യേകിച്ചും മണവാളൻ ഏറ്റവും പ്രതീക്ഷയോട് കൂടി തന്നെ ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സമയത്ത് ഏറെ സന്തോഷത്തോടെ നമുക്ക് എണ്ണ തേപ്പിക്കുന്ന ചടങ്ങും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. മുണ്ടുവരിക്കട്ടെ, മുണ്ടുവരിക്കട്ടെ, മുണ്ടുവരിക്കട്ടെ. രണ്ട് തവണ നല്ല എനർജി ആയിരുന്നു, കേട്ടില്ല എന്ന് പറയാൻ. മൂന്നാമത്തെ തവണയുടെ സമ്മതം അറിയിക്കാം എല്ലാവർക്കും. എല്ലാവരും അത് കേട്ടു, എല്ലാവരും അത് മനസ്സിലാക്കി. അപ്പൊ ആ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഡോക്ടർ ഹെറൻ വളരെ സ്പെഷ്യലായി കാത്തിരുന്നൊരു നിമിഷത്തിൽ ഒരുപാട് സന്തോഷത്തോടെ മണവാളനെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡോക്ടർ ഇവിടെയൊക്കെ തന്നെ കാണണം അല്ലേ? ഒരുപാട് അവകാശികളുണ്ടല്ലോ ചില ചടങ്ങുകൾ ചെയ്യാൻ. അതിന് എണ്ണ തേപ്പിക്കട്ടെ, എണ്ണ തേപ്പിക്കട്ടെ. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നവരാണ് കേട്ടോ, നിങ്ങളുടെ ശബ്ദമാണ് നമുക്ക് കേൾക്കേണ്ടത്. ബാക്ക് സീറ്റ് ഓക്കെയാണ്, പെർഫെക്റ്റ് അല്ലേ? ഇപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും സമ്മതം ഉണ്ടാവും, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും കേട്ടത് കൊണ്ട് ചടങ്ങ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഒരു ചടങ്ങിലേക്ക് നമുക്ക് മണവാളനെ കൊണ്ടുപോകണം അല്ലേ?
മണവാളിനെ കൊണ്ടുപോയി ചടങ്ങ് പ്രകാരം തന്നെ വളരെ സ്പെഷ്യലായി മണവാളനെ കുളിപ്പിച്ച് കല്യാണം കുളിപ്പിക്കൽ ചടങ്ങ് അത് കഴിഞ്ഞ് പുതുമയോടുകൂടി മണവാളിനെ നമുക്ക് വേദിയിൽ കാണണം. അപ്പം അതുകൊണ്ട് ഇവിടെ കൈപിടിച്ച് കൊണ്ടുവന്ന ഡോക്ടർ ഹെറാൻ തന്നെ തിരിച്ച് മണവാളനെ കൊണ്ടുപോവുകയാണ്. ഇനി നമുക്ക് മണവാളിനെ വീണ്ടും കാണാം. ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം കുടുംബാംഗങ്ങൾക്കൊപ്പം നമുക്ക് കാണാം. ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് കുന്നംകുളത്തിന്റെ തനത് ശൈലി? കുറച്ചുകൂടെ ആവാം. പോരട്ടെ പോരട്ടെ. കാർ പോർച്ചിലേക്ക് അവിടെയാണ് അത്തരം ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നത്. ഈ ഫ്രണ്ടിൽ ഒരുപാട് ആന്റിമാർ ഇരിപ്പുണ്ട്. അവരിതുപോലെ എത്ര ചടങ്ങുകൾ കണ്ടതാ, എത്ര വർഷങ്ങളായിട്ടത് കണ്ടതാ. അപ്പൊ നിങ്ങൾ ആ ശബ്ദം ഒന്നും ഉണ്ടാക്കിയ ഞാനൊന്ന് കേൾക്കട്ടെ. സിസേറയാണ് എല്ലാവരുടെയും ബ്ലെസ്സിങ്സോട് കൂടി ആ ഒരു ചടങ്ങിലൂടെ ആരംഭം കുറിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് ആ ചടങ്ങ് ഇവിടെ കാണാം, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഞങ്ങളുടെ ക്യാമറമാൻ, ഫോട്ടോഗ്രാഫേഴ്സ്, ടെക്നിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. അപ്പൊ സിസേറയാണ് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ ആ ചടങ്ങ് ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഒത്തിരി സ്പെഷ്യലായി മണവാളൻ ഇതായപ്പോ മുക്കാലിൽ കയറി നിൽക്കുവാണ്. അങ്ങനെ കാല് കഴുകാം. കാല് കഴുകി തുടച്ച് നമുക്ക് വീണ്ടും മധുരവെപ്പിനായിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അതിന് മുൻപായിട്ടുള്ള ചടങ്ങാണ് നിങ്ങൾ കാണുന്നത്. അവിടെയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് പലർക്കും ഒരു പുതുമയുള്ള കാഴ്ചകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ഒത്തിരി സ്പെഷ്യൽ ആയിട്ട്. അങ്ങനെ സിസേറ കാല് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചമ്മ അത് തുടച്ച് വളരെ ക്ലീനാക്കി ഇതാ മണവാളൻ വീണ്ടും ഒരുങ്ങി സ്റ്റേജിലേക്ക് എത്തുവാണ്. നെല്ലുനീര് വീട്ടണം. അപ്പൊ അങ്ങനെയുള്ള ചടങ്ങൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ഒത്തിരി സ്പെഷ്യൽ ആയിട്ട് നെല്ലുനീര് വീട്ടാൻ സമ്മതം ചോദിക്കണം, എല്ലാവരോടും സമ്മതം ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ സിസേറയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ്. ഇതാ നെല്ലുനീര് വീഴ്ത്തട്ടെ, നെല്ലുനീര് വീഴ്ത്തട്ടെ, നെല്ലുനീര് വീഴ്ത്തട്ടെ. ഓൾറൈറ്റ്, അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ നെല്ലുനീര് വീഴ്ത്തുവാണ്. അങ്ങനെ നെല്ലുനീര് വീഴ്ത്തി എല്ലാവരുടെയും സമ്മതത്തോടെ. ഓക്കെ, അപ്പൊ നമുക്കിനി മണവാളനെ സ്വീകരിക്കാനുള്ള സമയമാണ്. ഒരു മാർഗംകളി പെർഫോമൻസോട് കൂടിയായിരിക്കും നമുക്ക് മണവാളനെ വേദിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കസിൻസും, സോ ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം സുവീൻ, ക്ലെമൻ, ഡോക്ടർ മനു, എല്ലാവരും മാർഗംകളി പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞാൻ ഡാൻസേഴ്സിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മണവാളനെ ഒരുമിച്ച് ആനയിച്ച് വളരെ വളരെ ആഘോഷപൂർവ്വം നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് എത്തുക, നമുക്ക് സ്വീകരിക്കണം. ഒപ്പം മാർഗംകളി പെർഫോമൻസും കാണണം, അതൊക്കെ നമുക്ക് ആസ്വദിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ആയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാര് വളരെ നേരത്തെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ക്ഷണപ്രകാരം എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആഘോഷമായിട്ട് നമുക്ക് മണവാളിനെ വേദിയിലേക്ക് ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. ഒരു മാർഗംകളി പെർഫോമൻസോട് കൂടിയാണ് മണവാളൻ വേദിയിലേക്ക് വരുന്നത്. ആഘോഷപൂർവ്വം കുന്നംകുളത്തിൻ്റെതായ തനിമ നിലനിർത്തുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കല്യാണം കുളിപ്പിക്കലും അതിനോടനുബന്ധിച്ചുള്ള മധുരമൊക്കെയാണ് നമ്മൾ കാണുന്നത്. മണവാളൻ മോഹിതനെ വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു മാർഗംകളി പെർഫോമൻസോട് കൂടിയാണ് ക്ഷണിക്കുന്നത്. ഒരുമിച്ച് പറയാം, നട നടേ നട നട. ആ പറ കേക്കട്ടെ.
ഇന്നത്തെ ഒരു കളർ കോഡ്, അതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ കേരള വസ്ത്രാലയം അല്ലേ? കേരളത്തിന്റെ തലമ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം. അപ്പൊ അതണിഞ്ഞാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഒത്തിരി സ്പെഷ്യലായ ഒരു മാർഗംകളി പെർഫോമൻസോട് കൂടി മണവാളൻ മോഹിത് വേദിയിലേക്ക് വരുവാണ്. ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അങ്ങനെ മണവാളൻ വീണ്ടും വേദിയിൽ എത്തിക്കഴിഞ്ഞു. മേനിയും പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴവേ വാഴ്ക വാഴ്ക നമ്മുടെ പ്രതീക്ഷയെല്ലാം ഭൂമിമേൽ വഴികുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാത്തോമൻ മലമേൽ നിന്നും വേദ്യനമ്പു ചാത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ പട്ടുടൻ പാണി പുടവ പവിഴമുത്തുമാലയും തിരയലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാത്തുമൻ തിരയലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾക മാത്തുമൻ തിരയലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും തടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യേ തത്ത മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും തടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യേ തത്ത മഹിമയുടരുമകളെല്ലാം ചെയ്യും മനുവിവ തികതത്താം തികതത്താം മൃതത്തെ ഇന്ത്യേ തത്ത മഹിമയുടരുമകളെല്ലാം ചെയ്യും മനുവിവനെതിരിൽ ഒരുവൻ
ഉത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പടി കരുതിയുറച്ചു ഇവരോടീതമായി അരുൾ ചെയ്യുമ്പോൾ ഇമ്പമുടരുവികൾ തിരുമനസാലെ ഇയൽ വഴി ഇമ്പമുടരുവികൾ തിരുമനസാലെ ഇയൽ വഴിയെത്തി അണഞ്ഞുറുഹായി ഇണദാനായോനെ എടുത്ത കാശേ ഭൂതരുടൊരുമിച്ചൗവഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി ഭൂതരുടൊരുമിച്ചൗവഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി വിധവോടെയര നാഴിക മുമ്പേ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തകതാ തകതാ തകതാത്തി തികിതാ തികിതാ തികിതാത്തി തകതാത്തി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ വിധി പോലെ വാ തകൃത്തേ. മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ. ആരും ഒന്നും മിണ്ടില്ലല്ലോ. എല്ലാ കുടുംബാംഗങ്ങളുടെയും സമ്മതം ചോദിച്ച് 3 തവണ എല്ലാവരും അത് കേട്ട് 3-ാം തവണ സമ്മതം അരുളി മധുരം നൽകുവാണ്. അതിനുശേഷം നമുക്ക് മണവാളന് വെള്ളം നൽകാം. അച്ഛന്മാര് ആശീർവദിച്ചുകൊണ്ടാണ് നമുക്ക് മധുരവെപ്പ് ചടങ്ങിന് തുടക്കമിടാൻ സാധിച്ചത്. അച്ഛൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനകളിലേക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതലേക്ക് തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തൻ്റെ സുലാലാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നതിന് വരുവാനികനാവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണബലാതെ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണബലാതെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉത്സവപ്പെട്ടവനെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മണബലാതെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായാലും തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ശുശ്രൂഷയും പ്രാർത്ഥനകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പ്രിയ മകന്റെ കല്യാണ തലേന്നുള്ള ചടങ്ങ് നടത്തുവാൻ തക്കവണ്ണം കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ ചടങ്ങ് ഇതംപ്രദമായിട്ട് നിർവഹിക്കുവാനും ദൈവമേ അവിടെ ചെയ്ത കരുണയോർത്ത് നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് അനുകൂലമാക്കി തന്നതിനെ ഓർത്ത് നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന പ്രിയ മകനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മകനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മകനായി നൽകപ്പെട്ടിരിക്കുന്ന മകളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇവരുടെ പരസ്പര സ്നേഹവും ഐക്യവും ചേർച്ചയും
ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയായി മാറുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തിരുകുടുംബം പോലെ അവരുടെ കുടുംബമായി മാറുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയരുളണമേ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും കാവലും നിൻ്റെ മക്കളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വിവാഹ കൂദാശ അല്ലെങ്കിൽ വിവാഹ ബന്ധം എന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണല്ലോ കർത്താവ്. രണ്ട് കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പോരായ്മകളിലും ചേർച്ചക്കുറവുകളും ഒക്കെ ചേർന്നിരുന്ന കർത്താവെ, അവരുടെ എല്ലാ കുറവുകളും അവിടെ നിറവുകളായി മാറ്റണമേ എന്ന് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ തക്കോണം രണ്ട് കുടുംബങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയമകനെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞായറാഴ്ച നടക്കുന്നതായ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവെ. കാലാവസ്ഥകളൊക്കെയും അവിടുന്ന് അനുകൂലമാക്കി തരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കാനാവിലെ കല്യാണത്തിൽ കടന്നു ചെന്ന് അവിടെ കുറവുകളൊക്കെ പരിഹരിച്ച നാഥ, ഇന്ന് ഇവിടുത്തെ കുറവുകളെയും ദൈവമേ, ഞായറാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയുടെയും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലെയും കുറവുകളെയൊക്കെയും അവിടുന്ന് നിറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യവും സാമീപ്യവും കൂടിയിരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ ഒരു നാമം, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്രവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടകളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുവിടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. തമ്പുരാൻ്റെ അമ്മയെ പാപിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും സമയത്തിലും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചോളണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും ആശ്വസിപ്പിക്കുക വഴി നടത്തി ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ സമ്മതവും സഹവാസവും നാഥ, ഈ സന്തോഷവേളയിലും കർത്താവ് ഞായറാഴ്ച നടക്കുന്നതായ വിവാഹ ശുശ്രൂഷയിലും എല്ലാ ക്രമീകരണങ്ങളിലും ഇപ്പോഴും എപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. എറണാകുളത്താണ് വന്നിരിക്കുന്നത്. പൊന്നു ഞാനും കൂടി നല്ല ആത്മബന്ധത്തിലാണ്. എന്നുവെച്ചാൽ പൊന്നുവിന്റെ ബർത്ത്ഡേ ജൂൺ 19 രാവിലെ ഞാൻ വിളിക്കും. പൊന്നു പിന്നെ ചേച്ചി താങ്ക് യു എന്ന് പറയും. പിന്നെ ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്, റെജിയേട്ടൻ പൊന്നുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നടത്തിയത് അവിടെ തറവാട്ടിൽ വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തോടെയാണ് ആ ഫസ്റ്റ് ബർത്ത്ഡേ കൊണ്ടാടിയത്. ഇന്ന് പൊന്നു ഒരു മണവാളനായി സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവം പൊന്നുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാഡത്തിന് എനിക്കറിയത്തില്ല, നല്ല ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു. അതിന് മാഡത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു പാട്ട്, സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു. നേർമേലരച്ച് എൻ്റെ മകൻ കുളിർക്ക് പൂശി, മനസ്സിൽ പെരിയോനെ വിശ്വസിപ്പാൻ മനസ്സോടെ നീ പൊന്നുമോനല്ലേ. ചെറുവത്തൂരിജിയുടെയും സോനിയുടെയും പൊന്നുമോനല്ലയോ നീ. സീസരമോളുടെ പൊന്നങ്ങളെയല്ലോ നീ. മനസ്സിൽ പെരിയോനെ വിശ്വസിപ്പാൻ മനസ്സോടെ നീ പൊന്നുമോനല്ലേ. ചെറുവത്തൂരിജിയുടെയും സോനിയയുടെയും പൊന്നുമോനല്ലേ നീ. സിസരമോളുടെ പൊന്നങ്ങളെയല്ലോ നീ. നീരാർക്കുഴലിയെ നിന്നെ വേണ്ടി ചൊല്ലും മഴവിൽ മഴ പോലെ ചന്ദനക്കാതാൽ നേർമേലരച്ച് എൻ്റെ മകൻ കുളിർക്ക് പൂശി.
താങ്ക് യു സോ മച്ച് ലോയ്, താങ്ക്സ് ലോട്ട്. ഈ പാട്ട് നമ്മൾ പലതവണയുള്ള ആഘോഷങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേകത നിറഞ്ഞൊരു അനുഭവമായിരുന്നു. നല്ല ഭാവം ഉൾക്കൊണ്ട് അതിന്റെ വരികൾ അർത്ഥമൊക്കെ മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി പാടി തന്നു. ചേർന്ന് ഒരാളെ ഇങ്ങനെ സോളമൻ, എവിടെ സോളമൻ? കലക്കണം, നമ്മൾ പൊളിച്ചടക്കണം. പോരുന്നോ നമ്മുടെ കൂടെ അല്ലേ? എന്തായാലും നമുക്ക് സ്റ്റേജ് വരെ പോകും. കണ്ടുപരിചയമുണ്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട് സർക്കിളിലൊക്കെ. പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരുമിച്ച് ലൈക്ക് അറിയാമല്ലോ, ഒരേ സർക്കിളിൽ ഇങ്ങനെ ഫ്രണ്ട്സ് ഉള്ളപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസായാലും എന്തിലായാലും ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന മോഹിത്താണ്. എനിക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിവിടെ എല്ലാവർക്കും, ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ കുറേ പരിപാടി മോഹത്തിന് മിസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിന് സോറി. ബട്ട് സ്റ്റിൽ ഞാൻ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിൻസിയർ വൺസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അല്ലേ, മോഹിത്ത് ഇപ്പോൾ പറയുന്നുണ്ടാവും, ഞാൻ സത്യമായിട്ടും അറിഞ്ഞില്ല നിന്റെ ഉള്ളിൽ ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബട്ട് വേണ്ട രീതിയിൽ മോഹിത്തിന്റെ മാരേജിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ദുഃഖം പുള്ളിയുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ ഇന്ന് മുതൽ അതിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. ശുഭാങ്കർ അവിടെ എത്തിയിട്ടുണ്ട്. ശുഭാങ്കർ ഇല്ല, പുള്ളി വരും, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുവാൻ. ആകാശ്, സോ അവരെയൊക്കെ നമുക്ക് കാണണം, അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെ ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. പുള്ളി ഒരു ബ്ലാക്ക് കളർ ഒരു സർവാണിയാണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. നല്ല ഒരു ടിക്കി ഗ്ലിറ്ററിങ് ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കോസ്റ്റ്യൂം. ആണോ? അപ്പൊ 23 അതെ, പുള്ളി ലീപ്പിയർ അല്ലേ? ശരി, ഞാൻ മൈക്ക് കൊടുക്കാണ് കേട്ടോ. ഇതാ, ഞാനും മോഹിത്തും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഒരു 7 years ആയി. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ അങ്കിളിന് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അതിൻ്റെ അസൂയാണ് ഫ്രണ്ട്സിന്. അപ്പോൾ മോഹിത്ത് ഞങ്ങളുടെ ഗ്യാങ്ങിൽ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരല്ല. ഞങ്ങൾ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കണ്ടെത്തില്ല. ഞങ്ങളൊരു 5 പേരുണ്ട്. ഞങ്ങൾ 5 പേര് നല്ലൊരു സർക്കിളായി. ഞങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്മെൻ്റ് ആണ്, ലൈക്ക് എ ഫാമിലി. ഞങ്ങളുടെ എല്ലാ പരിപാടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഹെൽപ്ഫുള്ളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മെറി വന്നു, സൺഡേ മാരേജാണ്. മാരേജിൽ മെറി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി കുറച്ചുകൂടി ബിഗ്ഗർ ആവുകയാണ്. അപ്പോൾ മോഹിത്തിന് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാനൊരു ഒറ്റ മകനാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞുനാളിലെ തുടങ്ങി ശരിക്കും എൻ്റെ സഹോദരനും സഹോദരിയും എന്നും പറയുന്നത് ഇവരൊക്കെയാണ്, എൻ്റെ കസിൻസാണ്. അതിൽ ഞാൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, പ്രായത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് മോഹിത്. സോ ഞാനിതിന് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൈ ബ്രദർ. എൻ്റെ സഹോദരൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് മോഹിത്. ശരിക്കും ഞങ്ങൾ പരസ്പരം മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് എന്ന് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അറിയാൻ പാടില്ലാത്തതായ കൂടുതൽ വലിയ സീക്രട്സ് ഒന്നും ഇല്ല. രണ്ടുപേർക്കും അറിയാം, ഒരുവിധം ഞങ്ങളെക്കുറിച്ച് പരസ്പരം നല്ലോണം അറിയാം. അപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നീ കടക്കുമ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് ആ കുട്ടി ഇനി ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ. സോ എനിക്കൊരു സഹോദരിയെ കൂടി കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ടു വെൽക്കം മെറി ടു ദി ഫാമിലി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു. And I'm very, very happy for you, my brother. Thank you so much, doctor. Thanks a lot. അല്ലേ, അത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് തൊട്ട് തുടങ്ങിയിട്ടുള്ളൊരു റിലേഷനാണ്. അതൊന്ന് ഭയങ്കര ഒരു ഇൻറ്റിമസിയാണ് അത് കാണുമ്പോൾ തന്നെ. സിസേറ ശരി, കറക്റ്റാണ് ചേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള മട്ടിലിരിപ്പാണ്. ഒന്ന് വന്നേ, ഇതൊക്കെ ശരിക്കും നമ്മുടെ സമയമാണ്. ആക്ച്വലി സിസേറ ഇന്നിവിടെ ചെയ്ത ഒരുപാട് ചടങ്ങുകളുണ്ട്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇതിനൊരു വലിയ പൊസിഷനാണ്, ആക്ച്വലി ഒരു വലിയ സ്ഥാനമാണ് അങ്ങനെയുള്ള കടമകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ. അത് ഇവിടെ അപ്പയുടെ അമ്മയുടെ ഒക്കെ ഒരു വലിയ ആഗ്രഹമാണ്. അത് സിസേറ തന്നെ ചെയ്യണം. സിസേറയുടെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു അല്ലേ? എന്താ പറയാനുള്ള ഈ ഒരു സമയത്ത്? ഭയങ്കര ഹാപ്പിയാണ്. ഞാനും മോഹിത്ത് എന്നുള്ള പേര് അധികം ആർക്കും അറിയില്ല, പൊന്നു എന്നാണ് അവൻ എല്ലാവരും വിളിക്കല്. അപ്പോൾ ഞാനും പൊന്നും ഭയങ്കര ക്ലോസ്. അമ്മ അപ്പം എപ്പോഴും ഷോപ്പിൽ തന്നെ ബിസിനസ്സിൽ ഒരുപാട് ഇൻവോൾവ് ആയതുകൊണ്ട് ലൈക്ക് വി ഓൾവേസ് ഷെയർ ആർ സീക്രറ്റ്സ്. അപ്പോൾ വി ആർ വെരി ക്ലോസ്. അപ്പോൾ ഇനീഷ്യലി ഐ വാസ് വെരി ജെലസ് വെൻ മെറി കെയിം ഇൻ ടു ദ ഫാമിലി.
ആൻഡ് ദെൻ ഇപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ഫാമിലി ആൻഡ് വി ഓൾ ആർ വെരി ഹാപ്പി. പൊന്നൂസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ്. ഇനീഷ്യൽ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ കെട്ടിച്ചു വയ്ക്കണം എന്നായിരുന്നു. ഞാൻ റെഡി അല്ല എന്ന് പറഞ്ഞപ്പോൾ പൊന്നു പയ്യെ എന്നോട് പറഞ്ഞു തുടങ്ങി, നീ ഒന്ന് അപ്പോട് പറ എനിക്ക് കെട്ടണം എന്ന്. എനിക്ക് ബിസിനസ്സൊക്കെ കഴിഞ്ഞ് രാത്രി വരുമ്പോൾ എനിക്ക് കൂട്ടിനാരുമില്ല, നീ കോളേജിലാ. ഹി ടോൾഡ് മീ ഈസ് ഡിപ്രസ്ഡ്, കാരണം ഞാനും കോളേജിലാ. ഹി ഡസൻ ഹാവ് ഫ്രണ്ട്സ്. എല്ലാവരും ഫുഡ് കഴിക്കാനാണ് വിളിക്കണേ. അപ്പോൾ പൊന്നു ഹാഡ് എ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ. ഒരു 30-35 കിലോസ് കുറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ പോകാൻ നോന്ന് പറയാൻ മടിയാണ്. അപ്പോൾ രാത്രി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് ഞാൻ കാരണം കൂടിയാ മെറി വന്ന്. ദാറ്റ്സ് ഇറ്റ്. ഐ എം വെരി ഹാപ്പി. സന്തോഷം, മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു ഈ വീടിൻ്റെ ആ മുറിയിൽ എത്ര രാത്രികൾ എൻ്റെ പൊന്നു വിഷമം സഹിച്ചിരുന്നു. അങ്ങനെ ആ ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാക്കിയിട്ടാണ് മെറി ഒരു മാലാഖ പോലെ പറന്നു വരാൻ പോകുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു സിസേരയുടെ കാര്യം ഞാൻ മൈക്ക് കൊടുത്തത് എത്ര പെർഫെക്റ്റ് ടൈമിലായിരുന്നു അല്ലേ, എത്ര നല്ല ടൈമിങ്ങിലായിരുന്നു കൊടുത്തത്. കുട്ടിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, മറ്റെന്തെങ്കിലും? അപ്പം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കണ്ണിൽ ഇറുക്കിൽ വെച്ച് കുത്തിയതും നല്ലൊരു ഫ്രണ്ടിനുപരി ഒരു ചേട്ടനും കൂടിയാണ് പൊന്നു. എനിക്ക് ഇപ്പോൾ ചെറുപ്പം പോലെ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ചേട്ടനും കൂടി ഉണ്ട്. ഇപ്പോൾ കാനഡയിലാണ്, വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഇവിടെ അമ്പലം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് എപ്പോഴും വിളിക്കും. പരിപാടി പെരുന്നാളായാലും ഹൗസ് വാമിംഗ് ആയാലും എല്ലാ പരിപാടിക്കും എന്നെ വിളിക്കും. അപ്പോൾ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. ഇപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ എനിക്കൊരു നല്ല സപ്പോർട്ടായിട്ടുള്ളത് പൊന്നുമാണ്. വളരെ സന്തോഷം. ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതെ, സോ ഇനി എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് മോഹിത്തിൻ്റെ അമ്മയാണ്. എനിക്ക് ഇനി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ പറയും ദ ലേഡി സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഫാമിലി. വളരെ വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ബട്ട് ഓരോ കാലഘട്ടം കഴിയുന്നോറും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയും പോലെ ഈ കല്യാണത്തിൻ്റെ ആഘോഷത്തിന് എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇത് ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നിരുന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് റിയാലിറ്റിയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സീസണുകളുണ്ടാവും അല്ലേ, ബിസിനസ്സിന് പല സീസണുകളുണ്ടാവും. പക്ഷേ നമ്മൾ കുന്നംകുളത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും കേരള വസ്ത്രാലയത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഒരു ഓഫ് സീസൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമേ അവിടെ ഇല്ല. അവിടെ എപ്പോഴും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇനി കേരളത്തിൽ എവിടെ വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോറൂമുകളോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ടൈം അത് ഹൗസ്ഫുള്ളാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എപ്പോഴും കാണുമ്പോൾ അത് ഭയങ്കര പ്രൗഡാണ്. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതിന് മോഹിത്തിൻ്റെ അപ്പയുടെ കൂടെ നിന്ന് അതിന് വേണ്ടി 100% ഡെഡിക്കേഷൻ നൽകിക്കൊണ്ട് അതിപ്പം 5ാമത്തെ ജനറേഷൻ വളരെ ക്യാപ്പബിളായി മോഹിത്തിൻ്റെ കയ്യിലൂടെയൊക്കെ പോകുന്നതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ, വളരെ പ്രൗഡായിട്ടുള്ളൊരു മോം, എല്ലാ റോളുകളും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരേ ഒരാൾ. വളരെ സ്നേഹത്തോടെ ഞാൻ മോഹിത്തിൻ്റെ മമ്മിയുടെ കയ്യിലേക്ക് ഈ മൈക്ക് കൊടുക്കുകയാണ്. ഓവർ ടു യു. എന്താ ഞാനിപ്പോൾ പറയുക, ഒരു ഇനാഗ്രേഷൻ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഇന്നിപ്പോൾ ഒരു പാരൻസിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു നിമിഷം തന്നെയാണിത് അല്ലേ. നമ്മുടെ മക്കൾ പ്രായപൂർത്തിയായിട്ട് എനിക്കിപ്പോഴും ഇവനെ ഓർമ്മ വരുന്നത് വളരെ കുട്ടിയായിരിക്കുമ്പോൾ അവൻ്റെ ഓരോ വികൃതികൾ, യൂണിഫോമൊക്കെ ഇട്ട് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കണത്. ഞങ്ങളെപ്പോഴും ഷോപ്പിലാവുക, ഞാൻ റൈച്ചായനും ഷോപ്പിലാവുക. നേരത്തെ മോള് പറഞ്ഞോളം ഇവർ രണ്ടുപേരുമാണ് കൂടുതൽ അടുപ്പം. ഓരോ രഹസ്യങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവയ്ക്കണത്, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കണത് ഇവർ തമ്മിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് കുട്ടിക്കാലത്ത് ഇവർ അത്ര കണ്ട് നോക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ കൂടി ഷോപ്പിലാവുമ്പോൾ ഞാൻ എപ്പോഴും ഫോൺ ചെയ്യുകയും അവരുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പറ്റാവുന്ന വിധത്തിൽ ഒക്കെ ഞാൻ അവരെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ അവൻ എപ്പോൾ വരുമ്പോഴും ഇപ്പോഴും എൻ്റെ കൂടെ കിടക്കണം, അമ്മ കഥ പറഞ്ഞു തരണം. ഇത്രയും പ്രായമായിട്ടും ഇപ്പം കഥ പറയാനൊന്നും വിളിക്കില്ല. മെറി വന്നു കഴിഞ്ഞാൽ ഇനി വിളിക്കാവോ? ഇത്രയും നാളും അങ്ങനെയൊക്കെ വിളിച്ചായിരുന്നു. ഞാനങ്ങനെ തലയൊക്കെ തഴുകി കൊടുത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് അവനെ പറ്റി പറയാൻ. ഇപ്പം പറഞ്ഞാൽ തീരില്ല, ഇപ്പം എന്താ പറയുക. അപ്പോൾ അവൻ്റെ ലൈഫിൽ
എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം അവനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും അമ്മയുടെ മനസ്സിലുള്ള കഥകളും അല്ലേ കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ അങ്ങനെ മക്കൾക്ക് ഇന്ന പ്രായം ഇന്ന ഘട്ടം എന്നൊന്നുമില്ല. അത് എന്നും അതുപോലെ തുടരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ വളരെ സ്പെഷ്യലായിട്ട് ഞാൻ ഇനി ഇപ്പം അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുത്ത സ്ഥിതിക്ക് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും, അപ്പയുടെ കയ്യിൽ എന്താണ് മൈക്ക് കൊടുക്കാത്തത് അല്ലേ, അപ്പയെ ഒന്ന് സ്റ്റേജിൽ വിളിക്കണ്ടേ, ഒന്ന് മൈക്ക് കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പം ഒന്ന് ഞാൻ അവിടെ നോക്കി, അപ്പോൾ ഒന്ന് ചെയറിൽ ഇരിക്കുന്ന കണ്ടു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് എഴുന്നേറ്റ് അവിടെ വരെ പോയി, പിന്നെ നോക്കിയപ്പോൾ വീണ്ടും അവിടെ കണ്ടു. അപ്പം അതുകൊണ്ട് ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. പല തലമുറകളിലൂടെ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം അതിന് മാറ്റമില്ലാതെ എന്ന് പറയുമ്പോൾ അവരുടെ പെരുമാറ്റ രീതി, അവിടെ വരുന്ന ഓരോരുത്തരെയും ഓരോ മനുഷ്യരെയും, അവരിപ്പോൾ ചെറിയ പർച്ചേസ് ആവട്ടെ വലിയ പർച്ചേസ് ആവട്ടെ, കാലങ്ങളോളമായി അതിനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഒരു ക്വാളിറ്റി ടൈമാണ്. അവർ രണ്ടുപേരും അവരുടെ ലൈഫിൻ്റെ ഇത്രയും വർഷക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് റെസ്പെക്ട് ചെയ്ത് ഒരു കെയറിങ് കൊടുത്ത്, അത് ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ എക്സ്ട്രീമാണ്. എല്ലാ ദമ്പതികളും, ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും കല്യാണം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും, ആ ദമ്പതികളൊക്കെ എപ്പോഴും കണ്ടുപഠിക്കേണ്ട രണ്ട് വ്യക്തികളാണ് മുഹത്തിൻ്റെ അപ്പയും അമ്മയും. അപ്പം നമുക്ക് എല്ലാ സമയത്തും അവരോട് പറയാൻ പറ്റും, അവർക്ക് അതിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നും എല്ലാ സാധാരണക്കാരും എല്ലാ ആഘോഷങ്ങളിലും ഓടി എത്താറുള്ള ഇത്രയും വലിയൊരു ട്രഡീഷനുള്ള ഒരു ഫാമിലി ആയിട്ട് പോലും ആ സിംപ്ലിസിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് ഒക്കെ അറിയാം. ഒത്തിരി സ്പെഷ്യലായിട്ട് ഞാൻ മുഹത്തിൻ്റെ പപ്പയെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ റീച്ചേൻ്റെ കയ്യിലേക്ക് ഈ മൈക്ക് നൽകുകയാണ്. ക്ഷണിക്കപ്പെട്ട ഒരുപാട് അതിഥികൾ വന്നിരിക്കുന്നു. സിസേറയെ പോലൊരു മകളെ കൂടി നമ്മുടെ വീട്ടിലേക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാവാണ് നമ്മളെല്ലാവരും. എന്താ ഈ ഒരു സമയത്ത് അപ്പയ്ക്ക് പറയാനുള്ളത്? മോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇവൻ പഠിക്കുന്ന കാലത്ത് കൂടുതലും പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത് വൈഫാണ്, സോണിയാണ്. ഇത് കഴിഞ്ഞു അവൻ പൂനെക്ക് MBAക്ക് വേണ്ടിയിട്ട് അവനെ പറഞ്ഞയച്ചു. MBA പഠിച്ചു കഴിഞ്ഞു, പാസ്സായി, നല്ല മാർക്കിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ജോലിക്ക് പോകണ്ടോ അതോ എൻ്റെ കൂടെ കച്ചവടത്തിൽ പോരുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാഴ്ച സമയം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച അവന് സമയം കൊടുത്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അപ്പടെ കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. പഠിച്ച പിള്ളേർക്ക് എപ്പോഴും ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് കച്ചവടം നടത്തുന്നത്, ഞങ്ങൾ ഒന്നിച്ചാണ് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അത് കഴിഞ്ഞ് കല്യാണാലോചനയുടെ സമയമായി. അപ്പോൾ ഇവനോട് പല പെൺപിള്ളേരെ പറ്റിയിട്ടും പറയും, ഓ അത് വേണ്ട അത് വേണ്ട. കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോൾ അത് വേണ്ട. അങ്ങനെ യാദൃശ്യമായിട്ടാണ് അളിയൻ്റെ മോൻ്റെ കല്യാണത്തിന് അങ്കമാലിൽ വെച്ചിട്ട് സോണി കാണിച്ചു കൊടുക്കുകയാണ്, ഈ പെങ്കൊച്ചിത് എനിക്ക് പറ്റുമോന്ന്. ജസ്റ്റ് അവൻ നോക്കിയപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തോ കയറിയെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി ഒരു മൊബൈലും കൈപ്പിടിച്ച് വന്ന് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു. ആ ഒരു ബന്ധം ഇതുവരെ എത്തി. ആ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കണേ, പേര് മെറി. ഞങ്ങൾക്ക് അറിയുന്നൊരു കുടുംബം കൂടിയാണ്. അതും ഭയങ്കര സന്തോഷമായി. എല്ലാ തരത്തിലും ഞങ്ങൾക്ക് വേറെ കല്യാണത്തിന് വേറെ ബ്രോക്കറോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ആലോചനകളോ ഒന്നും വേണ്ടി വന്നില്ല. എല്ലാ തരത്തിലും അറിയുന്നൊരു കുട്ടിയാണ്. ഇവന് ചേരുന്നൊരു പെൺകുട്ടിയാണ്. അതും ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആ കുട്ടിയെ വരാൻ സാധിച്ചത് അതിയായിട്ട് സന്തോഷിക്കുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ. കുറേ കുറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ നല്ല കുട്ടിയാണ്. ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കച്ചവടത്തിലും കുടുംബത്തിലും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വളരെ പ്രൗഡാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു MBA ഒക്കെ എടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഈ അപ്പയുടെ അമ്മയുടെ ഒരു കഠിനാധ്വാനം, അവരുടെ പരിശ്രമം, അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മകൻ എന്ന് പറയുമ്പോൾ എനിക്ക് മോഹത്തിന് അതിനോടൊരു ബഹുമാനം എനിക്ക് തോന്നുകയാണ് ഈ ഒരു സമയത്ത്. സോ അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഈ ഫാമിലിയുമായിട്ടുണ്ട്. ഇപ്പം റേച്ചേട്ടനൊക്കെ ആയിട്ടും എത്രയോ കാലത്തൊരു അടുത്ത ബന്ധവും ആത്മബന്ധവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം വളരെ സന്തോഷം. വെരി വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. സോ ഈ സന്തോഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്താണ് വക്കീലിന് പറയാനുള്ളതെന്ന് കേട്ടാൽ കൊള്ളാം, പ്ലീസ്. താങ്ക് യു. ഞാൻ 99-ലാണ് ഞാൻ കുന്നമംഗലത്ത് വരുന്നത്. എൻ്റെ നാട് ഗുരുവായൂരാണ്. ജോലി സംബന്ധമായിട്ട് കുന്നമംഗലത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് അറിയാതെ എന്നെ ഒരു സഹോദര തുല്യനായിട്ട് കാണുന്ന ഒരു സുഹൃത്ത് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ഈ നിമിഷം വരെയും തീർച്ചയായിട്ടും ഹി ഈസ് മോർ ദാൻ എ ബ്രദർ ടു മീ. അതുകൊണ്ട് തന്നെ
ഈ മോൻ എന്ന് പറയുന്നത് എൻ്റെ മകൻ തന്നെയാണ്. അതിന് അത്രയും ഞാൻ ആ ഉള്ളിൽ സന്തോഷിച്ചിട്ടും അവനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചടങ്ങ് പങ്കെടുക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്കും ഒരു മകനുണ്ട്, ഒരു മകനേ ഉള്ളൂ. അപ്പോൾ റെജിയുടെ ഈ ഒരു കല്യാണം സത്യം പറഞ്ഞാൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് ഒരുവിധപ്പെട്ട എല്ലാവരും കുന്നംകുളത്തുകാർ കാണുന്നതും കാണേണ്ടതും എന്നെനിക്ക് തോന്നുന്നു. കാരണം അത്രയധികം അവർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ചടങ്ങ് ഇത് ആയിട്ടുള്ളൂ. ഇനി കെടുക്കാണ്, ഇനി കടൽ പോലെ പരിപാടികൾ, കല്യാണവും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഗതികളും. അപ്പം അത്രയും അവർ ഓരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ഇത് ഈ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഒരുപാട് രാത്രികളിൽ അവർ ആലോചിച്ച് അതിനുള്ള എല്ലാ ഒരുക്കപ്പാടുകളും എല്ലാം വളരെ ഭംഗിയായി, വളരെ പ്ലാൻഡായി, അതുപോലെ തന്നെ നല്ല പുതുമയോടുകൂടി സംഗതി. നമ്മൾ ഒരുപാട് കല്യാണം കുളിപ്പിക്കലൊക്കെ, ഞാൻ കുന്നംകുളത്ത് വന്നതിന് ശേഷമാണ് ഈ കല്യാണം കുളിപ്പിക്കൽ എന്ന്, ഞാനൊരു റോമക്കാരനാണ്. അപ്പോൾ ഈ കല്യാണം കുളിപ്പിക്കൽ ഞങ്ങൾക്ക് അത്ര വലിയൊരു ചടങ്ങല്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കണ്ടിട്ടുള്ളതെങ്കിലും ഇതൊക്കെ ഒരു വെറുതെ പറഞ്ഞിങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ഇടപാട് തീർക്കണ പോലെ തീർന്നു പോകണ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരല് പാവ ഡെന്നി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നടുക്കിൽ വെച്ചതും അത് മാറ്റി വെച്ചതൊക്കെ ഞാനിങ്ങനെ കണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പം അത്ര പോലും ഓരോ കാര്യങ്ങളിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ ഈ വന്നിട്ടുള്ള എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന തരത്തിൽ അവരത് സംഘടിപ്പിച്ചു. അത് മോൻ്റെ അനുഗ്രഹം. അതുപോലെ തന്നെ ഈ വീട് വളരെ വളരെ പുണ്യം ചെയ്ത ഒരു വീടാണ്. അത്രയും 100 എത്ര കൊല്ലം ഇനി ബാക്കി 90 വർഷമായിട്ട് കുന്നംകുളത്തിൻ്റെ, ഞാൻ പറയും, ഞങ്ങൾ 2 ദിവസം മുൻപ് ഒരു എക്സ്കർഷന് പോയിട്ട് ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും കുന്നംകുളത്തിൻ്റെ ഡെഫിനിഷനിൽ കേരള വസ്ത്രാലയ നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമാണ്. കുന്നംകുളം എന്ന് പറഞ്ഞാൽ ഒരു റീഗൽ ബേക്കറി അല്ലെങ്കിൽ കേരള വസ്ത്രാലയ, ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അത്ര വേരൂന്നിയ ഈ ഒരു കുടുംബവും അവരുടെ ഒരു ബിസിനസ്സും അതിലൂടെ അവർ നേടിയെടുത്ത ഈ ഒരു സൗഹൃദവും ഈ ബന്ധങ്ങളും എല്ലാതും ഈ കുടുംബത്തിന് എന്നും എല്ലാവരുടെയും അനുഗ്രഹമായിട്ടുണ്ടാവും. എൻ്റെ മകൻ്റെ ഈ ഒരു ചടങ്ങ് എത്രയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശുഭാംഗ് ഇവിടെ എത്തിയിട്ടുണ്ടോ? യെസ്. അപ്പൊ നമുക്ക് ശുഭാംഗിന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗംഭീരമായിട്ടുള്ള കയ്യടിയോടുകൂടി, സോ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ അതിഥികൾ തന്നെയാണ് അവർ. അപ്പൊ അതുകൊണ്ട് ഒരു ലവ് റൗണ്ട് ഓഫ് അപ്ലോസ് എവരിബഡി. ശുഭാംഗിനെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ. ആൻഡ് വെരി വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ ആൻഡ് ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിംഗ് എ ഫ്യൂ വേർഡ്സ് ഫ്രം യുവർ സൈഡ്. ആൻഡ് വാട്ട് യു ഹാവ് ടു സേ നൗ? Should I call them also? Prakhar, Abhilesh and Ganesh, come on stage. Can you audible? Yeah, sure. He's a man with a golden heart. Of course, like if any trouble comes up, like we call Mohit, like even at 12 a.m. he doesn't see time. For friends, he is very dedicated. Like Mohit, I'm stuck over here. What should I do? Don't worry, bro. I'll be there. Like not even like thinking about anything. He is just So like from all our friends, he is a man with a golden heart, and we really appreciate his friendship, hardship, and we love him. Yeah. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. സോ ശുഭാങ്കർ ആക്ച്വലി ഒരു വണ്ടർഫുൾ സിംഗർ കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് മോഹിത്തിൻ്റെ പല ഫ്രണ്ട്സും നമ്മളോട് സംസാരിച്ചു. പക്ഷേ അവരുടെ പാട്ടൊക്കെ കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് എപ്പോഴാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ദിസ് ഇസ് എ റൈറ്റ് ടൈം. ആൻഡ് ശുഭാങ്കറിൻ്റെ ഒരു സോങ് കൂടി നമുക്ക് ഇവിടെ കേൾക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. സോ യു റെഡി, റൈറ്റ്? യാ. Okay, so I will try to sing a song and to dedicate it to my friend and to her better half. It's gonna be a romantic song from Mohit to Mary. So it's gonna be Hindi, okay? Because I'm sorry. yeah. Okay. Yeah. Okay. So here I begin. हवाओं में बहेंगे, घटाओं में रहेंगे, तू बरखा मेरी, मैं तेरा बादल पिया, जो तेरे ना हुए तो किसी के ना रहेंगे, दीवानी तू मेरी, मैं तेरा पागल पिया, हजारों में किसी को
तकदीर ऐसी मिली है एक रांझा और हीर जैसी, न जाने ये जमाना क्यों चाहे रे मिटाना। कलंक नहीं इश्क है काजल पिया, कलंक नहीं इश्क है काजल पिया। मैं तेरा 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 मैं तेरा, मैं गहरा तमस्तू सवेरा, मैं तेरा मैं तेरा मैं तेरा। मुसाफिर मैं भटका तू मेरा बसेरा, मैं तेरा हो मैं तेरा। तू जुगनू चमकता मैं जंगल घनेरा, मैं तेरा ओ पिया, मैं तेरा मैं तेरा मैं तेरा मैं तेरा मैं तेरा ओ मैं तेरा। थैंक यू। Thank you so much. I'm also very happy for you, Shubhankar, and all the others, those who came here. There are people came from around India and around the globe. There are people from Middle East, and this guy is from Madhya Pradesh. There are people from Assam, and all around India. There are people who came to be a part of my happiness, and thanks to everyone. You're amazing, Shubhankar, and it was really amazing. And thank you so much. अच्छा था, बहुत अच्छा था. रात में चुड़कन गाई तूने आज ही बात।
you all. It was indeed a lovely performance. ഈ പറഞ്ഞ പോലെ പൊന്നൂനെ കുറിച്ച് പറയാൻ ഈ വേദി പോരാ. അത്ര അധികം ചവിട്ടും കുത്തും എല്ലാം എനിക്ക് അവൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എപ്പോൾ തൊട്ട് അവൻ ജനിച്ചോ അന്ന് തൊട്ട് അവൻ ഉപദ്രവിക്കാൻ തുടങ്ങിയതാണ്. അവസാനം സിസേറിയൻ പൊന്നു വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അന്ന് തൊട്ടിട്ടാണ് എനിക്ക് കുറച്ച് കുറവ് കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഷെയർ ചെയ്ത് അവർക്കും കൂടി കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്നെ അങ്ങ് വിട്ടു. അതാണ് മെയിൻലി ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ സിസേര കുറച്ച് പ്രായമാവണ വരെ അവൻ്റെ സീക്രട്ട് കീപ്പർ ഞാനായിരുന്നു. അവൻ്റെ ഹൈസ്കൂൾ തൊട്ടിട്ടുള്ള ഹൈസ്കൂളോ LP എല്ലാ സ്റ്റോറീസും എനിക്കറിയാം. എൻ്റെ പല സ്റ്റോറീസും ഞാൻ അവനായിട്ടും ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ പേരിൽ അവൻ പല ഫുഡും അടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും താങ്ങും തണലുമായിട്ട് നിന്ന എൻ്റെ സ്വന്തം ബ്രദർ തന്നെയാണ് പൊന്നു എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ വലുതാകുമ്പോൾ ഇത്രയും കാമയും ക്വൈറ്റാവുന്നു. അത്രയും നല്ല കുട്ടിയായിട്ട് മാറിയപ്പോൾ ഞങ്ങളെല്ലാവരും മേറിന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ് പൊന്നു. എന്താ പറയുക, പൊന്നുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ അവൻ്റെ ഏറ്റവും ഇളയ എൻ്റെയാണ്. ഞാൻ കുറേ വർഷം അവനായിട്ട് നന്നായി അറിയാവുന്ന വ്യക്തിയാണ്. എൻ്റെ കല്യാണം കഴിയുമ്പോൾ അവൻ ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ അവൻ കല്യാണച്ചക്കനാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പോലും പറ്റില്ല. എല്ലാവിധ ആശംസകളും അവനായിട്ട് നേരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇനി അവിടെ ആര് എന്നുള്ളത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ മോഹിത്തിൻ്റെ വലിയൊരു എൻ്റെ മോനെ പോലെയാണ്. എൻ്റെ മോൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് മോഹിത്ത്. അപ്പോൾ എൻ്റെ മോൻ ഇവിടെ വന്നിട്ടില്ല, കല്യാണത്തിനുണ്ടാവും. എൻ്റെ എക്സലിൽ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ എൻ്റെ മോൻ്റെ ഒപ്പമുള്ള ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. പക്ഷേ ആ സമയത്ത് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മോഹിത്ത് വലിയ ഗുണ്ടുമണിയാണ്. അപ്പോൾ അവൻ അന്നത്ര പഠിക്കാൻ അത്ര ബെറ്ററൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് 6 മണിക്ക് ആവുമ്പോൾ അവൻ ഡെയിലി ഫോണാണ്, ലാൻഡ് ഫോണാണ്, ഫോളോ ചെയ്യും. എന്നിട്ട് എൻ്റെ മോൻ ഇരുന്ന് എല്ലാം പ്രാക്ടീസ് ചെയ്ത് ആൻസർ ആയതൊക്കെ അവനൊരു 7 മണി 8 മണി അമ്മയ്ക്ക് വിളിച്ചിട്ട് സക്രിയെ എന്താടാ അതിൻ്റെ ആൻസർ, അതൊക്കെ വേഗം പിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇത് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാൻ 7 മണി 8 മണി സമയത്ത് ഞാൻ TV-യിൽ അന്നൊക്കെ സീരിയൽസ് കാണുന്ന ടൈമാണ്. ആ സമയത്ത് ഞാൻ വാച്ച് ചെയ്യും. അവൻ ഇങ്ങനെ കോപ്പി അടിച്ചോണ്ടിരിക്കണം. ഇവൻ സക്രിയ, എൻ്റെ മോൻ സക്രിയ ഫോണിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ സക്രിയോട് പറഞ്ഞു, ഇത് എന്ത് പരിപാടിയാണ് നീ ചെയ്യണം? നീ ഇത്രയും പടിപ്പെട്ട് എടുക്കുന്ന മാറ്ററൊക്കെ നീ ഹാർഡ് വർക്ക് ചെയ്തൊക്കെ നീ ഈസി ആയിട്ട് മോഹിത്തിന് കൊടുക്കും. അതിനെന്താ അമ്മയെ കുഴപ്പമാണ്? അവൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അങ്ങനെയായിട്ട് ഞാനും അവനായിട്ട് കണക്ഷനായി. ആദ്യം എനിക്ക് അവന് ദേഷ്യമായിരുന്നു, എൻ്റെ മോൻ ഈസി ആയിട്ടുള്ളതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാര പോലെ ഞാൻ തോന്നിയാണ്. പക്ഷെ അടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ മോഹിത് എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ മോനെ തുല്യമായി. അവൻ അത്രമാത്രം ഞാൻ അവനെ സ്നേഹിച്ചു. അപ്പോൾ അത്ര ഇഷ്ടമായി അവനെ മോഹിത്തിന്. ഞാനിപ്പം വലുതായി അവൻ്റെ മാരേജായി. അവൻ്റെ ഷോപ്പിൽ ഞാൻ പോകാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്, എൻ്റേതായ സജഷൻസ് പറയാറുണ്ട്. അതൊക്കെ വളരെ ഈസി ആയിട്ട് അവൻ കൺവീൻ ചെയ്യാറുണ്ട്. അത്ര എൻ്റെ മോനാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ മാരേജ് ലൈഫ്. താങ്ക് യു. അതുപോലെ തന്നെ അവൻ്റെ അപ്പനും അമ്മയും വളരെ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. ഒരുപാട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യലും വെറുതെ ഇരിക്കില്ല. ഇവിളി കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര മിടുക്കിയാണ് കേട്ടാ. നമ്മുടെ ഇവിടെ വിരിച്ചേക്കണ പല ബെഡ്ഷീറ്റും ഇവിളി ചെയ്തതാ. അവൻ്റെ ബാല്യകാലത്ത് ഒരുപാട് കുട്ടിക്കുറുമ്പുകളും സന്തോഷങ്ങളും ഒക്കെ അവൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല കുറുമ്പായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. കൊച്ചു പിള്ളേരുടെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറുമ്പുകളും ബിസിനസ് ആറ്റിറ്റ്യൂഡ് അവൻ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ മേറിക്കും പൊന്നൂനും മെറിയായി ജീവിതം ഉണ്ടാവട്ടെ. ഞാൻ വേണമെങ്കിൽ ഒരു നാടൻ പാട്ട് പാടാം. പ്രിയനേ കാമുകനേ പെണ്ണേ നിന്മാരന് എന്തു നിറം, എൻ മണിമാരന് 7 നിറം. കണ്ടാൽ അവനൊരു സുന്ദരനാണോ, കനവിൽ വരുന്നവനാണോ? പൊന്നോണത്തിൻ മധുരവുമായി കുടിലിൽ വരുന്നവനാണ്, വള്ളിക്കുടിലിൽ വരുന്നവനാണ്. ഞറ്റുവേല പെണ്ണേ കാത്തിരുന്നു വാരേ, കാത്തു കാത്തിരുന്നു പ്രിയനേ കാമുകനേ. എൻ്റെ സിസ്റ്ററുടെ മകനല്ല, എൻ്റെ സ്വന്തം മകനാണ്. അതുപോലെയാണ് ഞാൻ അവനെ വളർത്തിയതും. അവൻ എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മോൻ്റെ വികൃതി എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കാലത്തുണ്ടായ വികൃതിയാണ്. അത് അത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ വികൃതി തരങ്ങളെ അവനുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ഇന്നും എനിക്ക് അവനെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അവനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല വാക്കുകളിലൂടെ. അത്ര നല്ല മോനാണ്. അവന് മെറി എന്ന കൊച്ചും അവനുമായിട്ട് നല്ലൊരു മാരേജ് ലൈഫ് അവർക്ക് സന്തോഷമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. വളരെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയായിരുന്ന കാലം മുതൽ ഞാൻ ഇവരിവിടെ വീട് വെച്ച് താമസാക്കുമ്പോൾ അയൽക്കാരനാണ്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അന്ന് എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ഔട്ടിങ്ങാണ്. ഫാമിലിയായിട്ട് ഞങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോകും. അന്ന് ആ യാത്രകൾ എന്ന് പറയുന്നത് ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന യാത്രകളാണ്. അതിൽ പൊന്നുവിനെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ വികൃതികളൊന്നും എൻ്റെ കയ്യിലേക്ക് പറയാനായിട്ട് വന്നിട്ടില്ല. പിന്നെ അവർ ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ഒരു ചെറിയ ചെറിയ അടിപിടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കളുമായിട്ടും അവർ ഒരേ ഒരു സിങ്കായിട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ആ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് ഇപ്പം ഈ വീട് പുതുക്കി പണിത സമയത്തും അതുപോലെ കച്ചവടം തുടങ്ങിയെന്ന് പറയുന്ന സമയത്തും സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ ഒരു മാറ്റം തന്നെയാണ്. കാരണം ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്നും വളരെ മെച്യൂറായിട്ട് കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിൻ്റേതായ ആ അന്തസത്തയോടുകൂടി വൈഭവത്തോടുകൂടി ഈ ഒരു വീടിൻ്റെ എല്ലാ പ്ലാനിങ്ങും ഡിസൈനും അത് സാധാരണഗതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതുപോലെ വളരെ വളർച്ച എന്ന് പറയുന്ന ഘട്ടങ്ങൾ പലതും കണ്ടെങ്കിലും ഇത് അതിൻ്റെ പൂർണ്ണതയിലെത്തിയൊരു ഭാഗമാണ്. അപ്പം ആയതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് മെറി വരുന്നതോടുകൂടി പല പല മാറ്റങ്ങളും പല പല നേട്ടങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകളോട് കൂടിയിട്ട് നിർത്താം. താങ്ക് യു.
മോഹിത്തിന്റെ ഡാൻസ് കാണാൻ റെഡിയാണ് എല്ലാവരും. അതായത് മോഹിത്തിന്റെ ആരാധകർ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മോഹിത്തിന്റെ ഡാൻസ് നമുക്ക് കാണാം. നിങ്ങളെല്ലാം മോഹിത്തിന്റെ ഫ്രണ്ട്സ്, ഐ മീൻ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ, കോളേജ് മേറ്റ്സ് ആണോ? എല്ലാവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ മോഹിത്ത് ആദ്യം ഒരാളുടെ പേര് പറഞ്ഞു. ഇവരൊന്നും സംസാരിച്ച് നമ്മളൊന്നും കേട്ടതേ ഇല്ല. റെയ്നോൾഡ് ആണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആക്കാൻ പറ്റിയ ഒരാളായിട്ട് കണക്കാക്കിയത്? റെയ്നോൾഡിനാണോ? ഞാൻ പറയുമായിരുന്നേ, ഇപ്പൊ നമ്മളെല്ലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യും. ഈ കുട്ടി, പുള്ളി ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലോ, പുള്ളി ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളാണല്ലോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ പുലിയാണല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പുള്ളിയുടെ പേര് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു കരുതൽ. ആണ് അതോ ഈ കസേര ഞാൻ ഇരുത്തി വേറെ ആളെ വിളിക്കണോ? വേണ്ട. അല്ല റെനോൾഡ്, നിനക്ക് എല്ലാം കൊണ്ട് അവര് ഒരു പട്ടം തന്നിരിക്കുകയാണ്. എന്താ നമ്മുടെ മണവാളിനെ പറ്റി പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ മോഹിത്ത്, നമ്മുടെ പൊന്നൂന്റെ പരിപാടിയാണെന്ന്. ടൈം എൻഡ്സ് അല്ലേ മോഹിത്ത്? എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഈവനിങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ. പ്രത്യേകിച്ച് മഴയൊക്കെ മാറി നിൽക്കുകയാണ്. എന്തായാലും നല്ലൊരു അനുഗ്രഹമാണ് അത്. മോഹിത്തിനെ കുറിച്ച് പറയാൻ, മോഹിത്തിനെ ഞാൻ 5ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് എക്സൽ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അത് ഇപ്പോഴും തുടർന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയും പോട്ടെ എന്ന് ആഗ്രഹിക്കണു അല്ലേ മോഹിത്തെ? യെസ്. അങ്ങനെ ഇരിക്കണ ഒരു മൊത്തം ഗ്യാങ് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കുന്നോളത്തുള്ള മെയിൻ ടീംസ് ഉണ്ട്. RZ എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ പറയും. ഓക്കെ, ഇനി എന്താ അറിയണ്ടേ മോഹിത്തിനെ കുറിച്ച്? മോഹിത്ത് സൂപ്പറാണ്. അടുത്ത നമ്മുടെ കുന്നംകുളത്തെ മെയിൻ ഒരു ബിസിനസ് ഓൺടർപ്രണർ, അല്ലെങ്കിൽ സെക്കൻഡ് അല്ല ഫസ്റ്റ് നല്ലൊരു ലെവലിലേക്ക് പോകാനുള്ള എല്ലാ സ്കോപ്പും എല്ലാ സപ്പോർട്ടും ഉള്ള ഒരു അടുത്ത സംരംഭകനാണ് മോഹിത്ത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അവൻ്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും ബിസിനസ് ലൈഫാണെങ്കിലും എല്ലാത്തിലും അവൻ നല്ല രീതിയിൽ പ്രീ പ്ലാൻ ചെയ്ത് എല്ലാതും നല്ല രീതിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട് അതിൽ. യെസ്, താങ്ക് യു. Thank you so much. Your name? Prakar. Yeah, nice meeting you. Hi. So, ഒത്തിരി ഫ്രണ്ട്സ് ഇന്ന് പല സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുന്നംകുളം ടീംസ് എല്ലാം മധ്യപ്രദേശ് ടീംസിന് ഒരു വെൽക്കം ചെയ്യണ്ടേ? ഒരു നല്ലൊരു കൈയടി കൊടുക്കാം. So, yeah, please. Hi guys. So, I don't really know what's going on over here because I cannot really understand like whatever going on here. So, yeah, so I'm just going to speak about him. So I met him like 4 or 5 years ago and I did not know him very perfectly, but what I came to know that he's a very ladies man, he's like a very ladies man. He's a gentleman. I'm not going to lie, he's a gentleman. He knows how to treat ladies, he knows how to treat his sister, he knows how to treat his mother as well. He's always talked about his mother, he has always respected his mother as well. Whenever we have talked about any kind of girl, he's always respected his mother and sisters before anyone else. Other than that, I have my friends over here and they can also speak about him, that he has always been there for us, whether it was a bad thing or good thing, whatever that was, but he was always there for us. Maybe he was better than us in some ways. He was even better than us in some ways. I can't really say, but okay, he was kind of. So I am really grateful to have a friend like him, and I really appreciate him being a part of our group from our MIT. Thanks for coming. Thank you, man. When I first met Mohit, he didn't understand a single word of Hindi. He was like, I can't speak Hindi. You teach me Hindi, and I'll teach you like something like some slangs in Malayalam, like everything slangs. 2 വാക്ക് മണവാളൻ നമ്മളിലൂടെ ഹിന്ദിയിൽ സംസാരിക്കുന്നതായിരിക്കും. പുള്ളി അവിടെ പോയി ബടാബായി ആയത് എങ്ങനെയാണ് എന്ന് നമ്മളോട് പറയും. സോ കുന്നംകുളം ഗായ്സ് റെഡി അല്ലേ നിങ്ങൾ? ठीक है. सो थोड़ा हिंदी में आप बोलेगा तो अच्छा है. ठीक है. सबके लिए धन्यवाद है. मेरा फंक्शन पे आने के लिए बहुत खुश है. आज 10 बजे डीजे चालू करेगा, हम पार्टी करेगा. उसका हिंदी के लिए आप कितना मार्क दिएगा उसको? Like 10 out of 10. Oh my god. കാര്യമായിട്ട് എന്തോ ഒരു ഭീഷണി എൻ്റെ പിന്നിലുണ്ട് ഗൈസ്. അപ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ്, നമ്മൾ നേരെ DJ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആർ യു ഓൾ റെഡി? പിന്നെ മോന്റെ ഫ്രണ്ട്സിനോടൊക്കെ
താങ്ക്സ് ഫോർ കമ്മിങ്. പിന്നെ എന്താണ്, മഴ മാറി നിന്നു, ഭയങ്കര ദൈവഭാഗ്യം ഉണ്ടായി. കുറേ കാലങ്ങളായിട്ട് ഞാൻ മോൻ്റെ കല്യാണം പറഞ്ഞ പോലെ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ചടങ്ങുകളൊക്കെ നടത്തണം. എന്തോ വലിയ ആഗ്രഹമായിരുന്നു. ഇന്നലെ വരെ മഴ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ആകെ മൂടൊക്കെ പോയി. പക്ഷെ വല്ലാതെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ദൈവം നമ്മുടെ കൂടെ നിന്നു, എല്ലാം നല്ല ഭംഗിയായി. ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകം എന്താ പറയാ, നന്ദി പറയുന്നു.